ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. ചതയം മുതൽ ചതയം വരെ എന്ന നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ ഇന്ന് നാം വായിക്കാൻ പോകുന്നത്, അല്ലെ പഠിക്കാൻ പോകുന്നത്, മണമ്പൂർ ഗോവിന്ദനാശാനെ കുറിച്ചാണ്. മഹാകവി കുമാരനാശാന്റെ ആശാൻ എന്ന പേരിൽ വിഖ്യാതമായ ഒരു ഗുരുഭക്തനാണ് മണമ്പൂർ ഗോവിന്ദനാശാൻ. സംസ്കൃത ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം ആർജിച്ചിരുന്ന ആശാൻ 2 വർഷം വീതം ചാവറകോട്ടും ചിറയൻകീഴിലും നെടുങ്കണ്ടയിലും സംസ്കൃത അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് സ്വഗ്രഹത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരു പാഠശാല നടത്തി. ഇക്കാലത്താണ് സ്വാമിതൃപാദങ്ങൾ ശിവരിക്കുന്നിൽ വരികയും അവിടെ ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തത്. ആശ്രമത്തിൽ ഗുരുദേവൻ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയത്തിന് ചുമതല പിൻകാലത്ത് തൻ്റെ സതീർത്ഥ്യനും സുഹൃത്തുമായിരുന്ന ഗോവിന്ദനാശാൻ ഏറ്റെടുക്കണമെന്ന് സ്വാമി ആവശ്യപ്പെടുന്നു. ആശാൻ അത്യാഹ്ലാദപൂർവ്വം ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഏതാണ്ട് 4 വർഷക്കാലം ആശാൻ അവിടുത്തെ പ്രമുഖ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ആ കാലത്താണ് ആശാന സ്വാമിയുടെ അതീന്ദ്രിയ ചൈതന്യം നേരിട്ട് അനുഭവിക്കുവാൻ കൂടുതൽ അവസരം ലഭിച്ചത്. അതോടെ അവർ തമ്മിലുള്ള സൗഹൃദ ബന്ധം ഗുരുശിഷ്യ ബന്ധമായി പരിണമിക്കുകയും ചെയ്തു. ചിറയൻകീഴ് താലൂക്കിൽ കല്ലമ്പലത്തിന് തെക്കാണ് മണമ്പൂർ. അവിടെയുള്ള വാഴാങ്കോട്ട് കുടുംബത്തിലാണ് ഗോവിന്ദനാശാന്റെ ജനനം. 1860 വാഴാങ്കോട്ട് അച്ഛൻ്റെ 1860 ആണ് ഗോവിന്ദനാശാൻ ജനിച്ചത്. വാഴാങ്കോട്ട് അച്ഛൻ്റെ കുടുംബമാണ്. പിൽക്കാലത്തെ അമ്മയുടെ കുടുംബമായ മുണ്ടയിൽ ചാന്നാൻ വിളാകത്തേക്ക് താമസം മാറ്റി. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ തെക്ക് ഭാഗത്താണ് ചാന്നാൻ വിളാകം. അവിടെ ആശാൻ ഒരു പലചരക്ക് വ്യാപാരിയായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കെ ആശാന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. അതാണ് ആശാനെ ഒരു വലിയ സംസ്കൃത പണ്ഡിതനാക്കി മാറ്റിയത്. കുട്ടിക്കാലം മുതൽക്കേ വിജ്ഞാനദാഹിയായ ആശാൻ ഒരു ദിവസം അനുജൻ വേലായുധന്റെ ഒരു വൈദ്യപുസ്തകം എടുത്ത് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി കടന്നു വന്ന അനുജനോട് ഗോവിന്ദൻ എന്തോ സംശയം ചോദിച്ചപ്പോൾ, കൊച്ചണ്ണൻ ഇതൊന്നും നോക്കണ്ട, കടയിൽ പോയി സാമാനങ്ങൾ വിൽക്കണം. അത്യന്തം ധാർഷ്ട്യത്തോടു കൂടിയുള്ള അനുജന്റെ ഈ പരുഷ വചനങ്ങൾ ആശാന്റെ ഉള്ളിൽ തറച്ചു. അന്ന് രാത്രി ഗോവിന്ദൻ ഉറങ്ങിയില്ല. പിറ്റേ ദിവസം കടയും സാധനങ്ങളും വിറ്റുകിട്ടിയ പണവുമായി അദ്ദേഹം നാട് വിട്ടു. ആശാൻ അവിടെ നിന്ന് നേരെ പോയത് പുതുപ്പള്ളിയിലേക്കാണ്. അവിടെ പണ്ഡിതവരണ്യനായ കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ സംസ്കൃത വിദ്യാലയം നടത്തി വരികയായിരുന്നു. ആ സ്കൂളിൽ ചേർന്ന് സംസ്കൃതം പഠിക്കണമെന്നതായിരുന്നു ഗോവിന്ദന്റെ ഉദ്ദേശം. പുതുപ്പള്ളിയിൽ ഈഴവ വിദ്യാർത്ഥികളെ തണൽമരമായ ഒരു പുണ്യമഹാത്മാവ് ഉണ്ടായിരുന്നു. ധനാഢ്യനും സമുദായ സ്നേഹിയും സഹൃദയനുമായ കൊച്ചുകൃഷ്ണ പണിക്കർ. അദ്ദേഹം ഈഴവ വിദ്യാർത്ഥികളെ സ്വന്തം ചിലവിൽ കൂടെ താമസിപ്പിച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കുന്ന കാര്യത്തിൽ അതീവ താല്പര്യമുള്ളയാളായിരുന്നു. അങ്ങനെ ഗോവിന്ദനും വാരണപ്പള്ളിയിൽ ഒരു അന്തേവാസിയായി തീർന്നു. അന്ന് ഗോവിന്ദന്റെ സതീർത്ഥ്യരായിരുന്നതിൽ പലരും പിൽക്കാലത്ത് പ്രസിദ്ധമായി തീർന്നു. ശ്രീനാരായണ ഗുരുദേവൻ, വെളത്തേരി കൃഷ്ണൻ വൈദ്യൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, വെളത്തേരി കേശവൻ വൈദ്യൻ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യൻ, വാരണപ്പള്ളി കുഞ്ഞുപണിക്കർ, KC കുഞ്ഞൻ വൈദ്യർ എന്നിവർ ആശാന്റെ സുഹൃത്തുക്കളും സതീർത്ഥനുമായിരുന്നു. സരസകവി മൂലൂർ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ഒരു കവിതയിൽ ഇക്കാര്യം പ്രത്യേകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിദ്വാൻ വിളത്തേരി ശ്രീമാൻ പെരുന്നല്ലി കൃത്യശീലൻ മണമ്പൂരുമെന്നിങ്ങനെ ബുദ്ധിമാന്മാരാം സതീർത്ഥ്യരോടൊന്നിച്ച സിദ്ധയോഗീന്ദ്രനാം സ്വാമിക്കു മംഗളം എന്നാണ് മൂലൂർ ഗുരുദേവനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഗോവിന്ദൻ രാമൻപിള്ളയാശനിൽ നിന്ന് കാവ്യനാടകാദി ഗ്രന്ഥങ്ങളിലും അലങ്കാര ശാസ്ത്രത്തിലും അതീവ നൈപുണ്യം നേടി. വാരണപ്പള്ളിയിലെ കൃഷ്ണപണിക്കരുടെ നിർദ്ദേശാനുസരണം ഗോവിന്ദനാശൻ കവിതകൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം 4 വർഷത്തോളവും അദ്ദേഹം വാരണപ്പള്ളിയിൽ താമസിച്ച് പഠിക്കുകയും പിന്നീട് വൈദ്യശാസ്ത്ര അഭ്യാസത്തിനായി അരിപ്പാട് അനന്തപുരത്ത് രാജരാജവർമ്മ മൂത്തകോയി തമ്പുരാന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. ചാവറക്കോട്ട് കൊച്ചിയർക്കൻ വൈദ്യരുടെ മകൻ കുഞ്ചുശങ്കരനെയും മറ്റും സംസ്കൃതവും വൈദ്യശാസ്ത്രവും പഠിപ്പിച്ചുകൊണ്ടാണ് ഗോവിന്ദനാശൻ തൻ്റെ അധ്യാപന ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചത്.
അതിന് ആശാനെ നിയോഗിച്ചത് തൻ്റെ ഗുരുനാഥൻ അരിപ്പാട്ട് തമ്പുരാൻ തന്നെയായിരുന്നു. പിന്നീട് ഗോവിന്ദനാശാൻ 2 വർഷക്കാലം നെടുങ്കണ്ടയിൽ സ്ഥാപിതമായ വിജ്ഞാന സന്ദായിനി സർവകലാശ സംസ്കൃത വിദ്യാലയത്തിലെ അധ്യാപകനായി. മഹാകവി കുമാരനാശാൻ സംസ്കൃതം പഠിച്ച വിദ്യാലയം എന്ന പേരിലാണ് പിൽക്കാലത്തെ ഈ വിജ്ഞാന സന്ദായിനി പേര് കേട്ടത്. സാമ്പത്തിക പരാധീനം ഉണ്ടായിരുന്നെങ്കിലും വിജ്ഞാന സന്ദാനിയിൽ പോയി സംസ്കൃതം പഠിക്കണമെന്ന മകന്റെ അഭീഷ്ടപ്രകാരമാണ് പിതാവ് കുമാരനാശാനെയും കൂട്ടി നെടുങ്കണ്ടയിലെത്തുന്നത്. കുമാരനാശാൻ അവിടെ പഠിച്ചതിന് ശേഷം കുമാരനാശാന്റെ അച്ഛനോട് മണമ്പൂർ ഗോവിന്ദനാശാൻ പറഞ്ഞു, ഞാൻ മാരുവിനെ പഠിപ്പിക്കാം, എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം ശരിയായി വരുമെന്നു. അനന്തരം ഗോവിന്ദനാശാനെ നമസ്കരിച്ച് പുത്രൻ പഠിക്കാൻ തുടങ്ങി. വിജ്ഞാന സന്ദായിനി പാഠശാല ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയും കുമാരനാശൻ തന്നെയായിരുന്നു. 2 വർഷത്തോളമേ ഗോവിന്ദനാശൻ നെടുങ്കണ്ടയിൽ അധ്യാപകനായിരുന്നുള്ളൂ. അതിനുശേഷം അദ്ദേഹം വർക്കല റെയിൽവേ സ്റ്റേഷൻ പടിഞ്ഞാറത്തെ മുണ്ടകയിൽ എന്ന സ്ഥലത്ത് സ്വന്തം ഭവനമായ ചാന്നാൻ വിളാകത്ത് വീട്ടിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. ശിഷ്യന്മാരെല്ലാം ആ ഗുരുകുലത്തിൽ തന്നെ താമസിക്കണമെന്നും വീട്ടിലെ ജോലികൾ ചെയ്ത് ഗുരുപത്നിയെ ശുശ്രൂഷിക്കുകയും ഗുരുപത്നിയുടെ കാര്യങ്ങൾ നോക്കുകയും അതുപോലെ പശുക്കളെ കുളിപ്പിക്കുക, എഴുത്തിലുകൾ കഴുകി വൃത്തിയാക്കുക, പുല്ലും വൈക്കോലും മറ്റും കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ചെയ്യണമായിരുന്നു. അതിനുശേഷം ആ കുട്ടികൾ അവിടെ കൃത്യസമയത്ത് തന്നെ ക്ലാസ് തുടങ്ങുമ്പോൾ ഹാജരാകേണ്ടതുണ്ടായിരുന്നു. 1916 മുണ്ടയിൽ നടത്തിവന്ന ഗുരുകുല പാഠശാല പ്രവർത്തനം ആശാൻ നിർത്തിവെക്കേണ്ടി വന്നു. ശിവഗിരിയിൽ സ്വാമിത്വപാദങ്ങൾ നടത്തിയിരുന്ന സംസ്കൃത പാഠശാലയിലെ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റു. ഗുരുകൽപ്പന മൂലമാണത്. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് ശിവഗിരി വിദ്യാലയത്തിലെ ചുമതല ഏറ്റത്. ഗുരുദേവനിൽ ഭക്തിവിശ്വാസങ്ങളുള്ള ഒരു പരമഭക്തിയായിരുന്നു ആശാന്റെ സഹധർമ്മിണി ലക്ഷ്മി അമ്മ. ചിറയൻകീഴിലെ വൈദ്യപാരമ്പര്യമുള്ള ചെക്കാലയിൽ എന്ന കുടുംബത്തിൽ അംഗമായിരുന്ന മംഗളാമണിയാണ് സ്വാമിക്ക് കുടിക്കാനുള്ള പാല് നിത്യവും ശിവഗിരിയിൽ എത്തിച്ചിരുന്നത്. ഏറെ ശുചിത്വം പാലിച്ചുകൊണ്ടാണ് പാല് കറന്ന് ശിവഗിരിയിൽ കൊടുത്തിരുന്നത്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പശുവിനെ വൃത്തിയായി കുളിപ്പിച്ച് അതിനുശേഷം ലക്ഷ്മിയമ്മ വീട്ടുവളപ്പിലെ കുളത്തിൽ പോയി മുങ്ങിക്കുളിക്കുക. എന്നിട്ട് ഈറനഞ്ഞ വസ്ത്രവുമായി വന്ന് പശുവിനെ കറക്കും. പിന്നീട് ആ പാൽ ഏറ്റവും ശുദ്ധമായ പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച ശേഷം ഏറ്റവും വൃത്തിയുള്ള പാത്രത്തിൽ ഒഴിച്ച് ശിവഗിരിയിൽ കൊടുത്തയക്കുകയാണ് പതിവ്. ലക്ഷ്മി അമ്മയുടെ ശുചിത്വത്തിൽ സ്വാമിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. തൻ്റെ സദ്യത്തിനും സുഹൃത്തും ശിഷ്യനുമൊക്കെയായിരുന്ന ഗോവിന്ദനാശാനെ സ്വാമി ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു ദിവസം സ്വാമി ചാന്നാൻ വിളാകത്ത് വരികയും ആശാനെ വരിയും നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആശാനെയും കൂട്ടി അടുത്തൊരു വീട്ടിൽ മസൂരി രോഗം ബാധിച്ചു കിടന്നിരുന്ന ഒരു രോഗിയെ കാണാൻ പോവുകയുണ്ടായി. അല്പം കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞ് പതിവ് പോലെ രാവിലെ 9 മണിക്ക് ശിവഗിരിയിലെ പാഠശാലയിലെത്തിയ ആശാനെ പെട്ടെന്ന് പനിയും ശരീരമാസകല അസുഖമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ശിഷ്യന്മാർ ഗുരുവിനെ അറിയിച്ചു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ആശാന് മസൂരി രോഗമാണ്, ഉടനെ വീട്ടിലെത്തിക്കണം. അതായിരുന്നു സ്വാമിയുടെ പ്രതികരണം. ഉടൻ തന്നെ വില്ലുവണ്ടി വരുത്തി ആശാനെ ശിഷ്യന്മാർ വീട്ടിലെത്തിക്കുകയും ചെയ്തു. ആശാനെ പിടികൂടിയത് അതിഭയങ്കരമായ മസൂരി രോഗമായിരുന്നു. വീട്ടിലുള്ളവരെല്ലാം താമസം മാറി. ആശാനെ ചികിത്സിച്ചത് കൈപ്പേൽ കുഞ്ഞിശങ്കരൻ വൈദ്യരാണ്. 7ാമത്തെ ദിവസം സ്വാമി തൃപ്പാദങ്ങൾ ചാന്നാൻ വിളാകത്ത് ചെല്ലുകയും വീടിന്റെ വടക്കുവശത്തുള്ള പ്ലാവിൻ ചുട്ടിലിരുന്നു കൊണ്ട് ആശാന് മരിക്കുന്നതിൽ ഭയമുണ്ടോ, ആഗ്രഹങ്ങൾ വല്ലതുണ്ടോ എന്ന് അന്വേഷിച്ചു വരാൻ വൈദ്യൻ കുഞ്ഞിശങ്കരനെ ഏർപ്പെടുത്തുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് കുഞ്ഞിശങ്കരൻ വന്നിട്ട് പറഞ്ഞു, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, 2 ആഗ്രഹങ്ങൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ടിരിക്കുകയാണല്ലോ. അതായത് പരകൃതജ്ഞാനിയായ ഗുരുദേവന് എല്ലാം മനസ്സിലാകുമായിരുന്നു എന്താണ് ആശാൻ മണമ്പൂർ ഗോവിന്ദനാശാന്റെ മനസ്സിൽ ഉള്ളതെന്ന്. അങ്ങനെ ആശാൻ മനസ്സിൽ വെച്ച് മധുരം കൂട്ടിയത് 2 ആഗ്രഹങ്ങളും പറഞ്ഞു. ഒന്ന്, മൂത്ത മകൻ ദാമോദരനെ ഒരു BA കാരനാക്കണം. 2ാമത് മകളുടെ വിവാഹം ശിവഗിരിയിൽ വെച്ച് നടത്തണം. ആശാൻ 1920 നവംബർ 30 ഈ ലോകവാസം വെടിഞ്ഞു. മരിക്കുമ്പോൾ ആശാന് 58 വയസ്സുണ്ടായിരുന്നു. ആശാന്റെ അന്ത്യാഭിലാഷങ്ങൾ 2ഉം പിൽക്കാലത്ത് നിറവേറ്റുകയുണ്ടായി.
മൂത്ത മകൻ ദാമോദരൻ പ്രശസ്തമായ നിലയിൽ BA ഓണേഴ്സ് പാസ്സായി. മകളുടെ വിഭാഗവും ശിവഗിരിയിൽ വെച്ച് തന്നെ നടത്തി. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സംസാരം നിർത്തുന്നു. നമസ്കാരം.